ഇവിടെ ഈ പ്രാന്തപ്രദേശമായ പാലിയോട് ഇങ്ങനെയൊരു സുവിശേഷ യോഗം അല്ലെങ്കിൽ ഒരു വർഷിപ്പ് കോൺസെർട്ട് സംഘടിപ്പിക്കുവാൻ ഹല്ലേലൂയ സീസൺ 2 ആ ടീമിനെ ദൈവം കരങ്ങളിലെടുത്തു. ആമേൻ. അതിൻ്റെ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിച്ച പ്രത്യേകിച്ച് പാസ്റ്റർ ഡെർഫിൻ, അദ്ദേഹത്തിൻ്റെ പിതാവ്, ആ സഭ, ആമേൻ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ടീം, ആമേൻ, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. സ്തോത്രം. അതായത് ഇന്ന് നമ്മുടെ രാജ്യം 77ാമത് റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുകയാണ്. ഇന്ന് വിശിഷ്ട സേവനങ്ങൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത വളരെ ആദരണീയരായ വ്യക്തികൾക്ക് രാജ്യം ഇന്ന് ധാരാളം ആദരവുകൾ കൊടുത്ത ദിവസമാണ്. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ ആദരവ് കൊടുത്തപ്പോൾ നമ്മുടെ കർത്തൃദാസന്മാരെ ഒരാളെ പോലും അവരെന്ത് ചെയ്തില്ല? മാനിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. കർത്താവിൻ്റെ വേല അഹോരാത്രം ചെയ്ത കർത്താവിൻ്റെ ദാസന്മാരെ, സ്തോത്രം, മാനിക്കാൻ ഈ 77ാമത് റിപ്പബ്ലിക് ഡേയിൽ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, സീസൺ 2ൻ്റെ ആ ടീമിനെ ദൈവം അതിനായി ഉപയോഗിച്ചതോർത്ത്, ആമേൻ, കർത്താവിന് നന്ദി പറയുന്നു. ഇവിടെ ഞങ്ങൾ തരുന്ന ആദരവ് ഒരു നിഴലാണ്. ശരിക്കുള്ള പ്രതിഫലം കർത്താവ് തരും. ആമേൻ. സന്തോഷമുണ്ടെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത് വളരെ അറേഞ്ച്ഡായിട്ട് പോകുന്നൊരു പ്രോഗ്രാമാണ്. സ്തോത്രം. ആമേൻ. ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല. അതുകൊണ്ട് ആ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു 16ഓളം ദൈവദാസന്മാർ, സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള മുഴുവൻ ദൈവദാസന്മാരെയും, ആമേൻ, ആദരിക്കേണ്ടതാണ്. ഞങ്ങളൊരു കാര്യം ചെയ്തത്, ഏറ്റവും സീനിയറായിട്ടുള്ള, ജൂനിയറായിട്ടുള്ളവർക്ക് ഇനി അവസരമുണ്ടല്ലോ, കാരണം ഞങ്ങൾ ഒത്തിരി പ്രോഗ്രാം നടത്തുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾക്കെല്ലാം ധാരാളം അവസരങ്ങളുണ്ട്. മാനിച്ചിട്ടേ നിങ്ങളെ വിടൂ. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏറ്റവും സീനിയറായിട്ടുള്ളവരെ ഒന്ന് ആദരിക്കുക. അപ്പോൾ 16 പേരെ ഇവിടെ ഈ സ്റ്റേജിൽ വിളിച്ച് അവരെ ആദരിക്കുമ്പോൾ ആ ദൈവദാസന്മാർക്ക് ആദരവ് കൊടുക്കാൻ കിട്ടുന്ന അവസരം മറ്റൊരാദരവാണ്. അപ്പം 32 പേരായി. സ്തോത്രം. അപ്പോൾ ഈ പ്രദേശത്ത്, ആമേൻ, അത്രയും ദൈവദാസന്മാരെ ഈ വേദിയിലേക്കൊന്ന് കയറ്റി നിർത്താൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി. ഓക്കെ, ഞാൻ ദൈവദാസന്മാരെ വിളിക്കുന്നു. എല്ലാവരെയും ഒരുമിച്ച് വിളിച്ച്, ആമേൻ, അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ക്രമീകരണങ്ങളാണ്. അതുകൊണ്ട് ദൈവദാസന്മാർ ദയവായിട്ട് ഞങ്ങളുടെ ഈ ക്രമീകരണങ്ങളിലും സമയത്തിൻ്റെ പരിമിതിക്കകത്ത് നമുക്കതെല്ലാം ഉൾക്കൊള്ളിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ദയവായിട്ട് സഹകരിക്കുക. ആമേൻ. സ്തോത്രം. ഏറ്റവും ആദരണീയരായ, ആമേൻ, കർത്താവിൻ്റെ ദാസന്മാർ, ആമേൻ, അവർ വരുമ്പോൾ നിങ്ങൾ നിർത്താതെ കൈയടിക്കണം. ആമേൻ. 16 പേരുടെ പേര് ഞാനിവിടെ വിളിക്കുമ്പോൾ, ആമേൻ, നിങ്ങൾ കൈയടി ഒട്ടും കുറയ്ക്കരുത്. അവർക്ക് നിങ്ങൾ ഓർക്കണം, 70, 80 വയസ്സുള്ള കർത്താവിൻ്റെ ദാസന്മാർ, അവരനുഭവിച്ച കഷ്ടത, അവർ കടന്നുപോയ പാതകളിൽ മുള്ളുകൾ, അവരനുഭവിച്ച വേദനകൾ, എന്നിട്ടും, ആമേൻ, അവർ കർത്താവിന് വേണ്ടി ഇതുവരെ, ആമേൻ, സ്തോത്രം, ആമേൻ, നിന്നു. അല്ല, ദൈവം അവരെ നിർത്തി. അതുകൊണ്ട് നമ്മൾ, ആമേൻ, സ്തോത്രം, ആദരവ് കൊടുക്കുന്ന സമയത്ത്, ആമേൻ, സദസ്സൊന്ന് എഴുന്നേറ്റ് നിൽക്കണം. ആ സമയത്ത്, ആമേൻ, അപ്പോൾ അറിയാൻ ഒത്തിരി നിങ്ങൾ എഴുന്നേൽക്കുകയൊക്കെ ചെയ്തു. സ്തോത്രം. അതുകൊണ്ടാണ് ആദരവ് കൊടുക്കുന്ന ആ സമയത്ത്, ആ ബഹുമാനാർത്ഥം നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ആ ദൈവദാസന്മാരെ ഈ വേദിയിലേക്ക്, ആമേൻ, ഒന്ന് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ എ രൂഫസ് അവർകൾ, JS ചർച്ചിൻ്റെ സീനിയർ ശുശ്രൂഷകൻ, ഈ ദേശത്തിൻ്റെ അനുഗ്രഹമായ ദൈവദാസൻ പാസ്റ്റർ ദേവദാനം, ആമേൻ, കം ഫോർവേഡ്. പാസ്റ്റർ എ ടൈറ്റസ്, JS ചർച്ചിൻ്റെ കർത്താവിൻ്റെ ദാസൻ,
പാസ്റ്റർ ക്രിസ്തുദാസ്, ആമേൻ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ സീനിയർ മോസ്റ്റ് ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വരുന്നു. പാസ്റ്റർ യേശുദാസൻ ഇപ്പോൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. പാസ്റ്റർ ജഗിൽസൺ, ചർച്ച് ഓഫ് ഗോഡിന്റെ ശുശ്രൂഷകൻ. പാസ്റ്റർ ജപമണി, ചർച്ച് ഓഫ് ഗോഡിന്റെ ആദരണീയനായ ശുശ്രൂഷകൻ. പാസ്റ്റർ ജോസഫ്, JS ചർച്ചിന്റെ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ. ഈ പ്രദേശത്ത് ദൈവം വളരെ ശക്തമായി ഉപയോഗിക്കുന്ന പാസ്റ്റർ ബ്രൂസ് കുമാർ ഇപ്പോൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. പാസ്റ്റർ ശ്യാം പീറ്റർ, വെള്ളറടയിൽ വളരെ ശക്തമായി കർത്താവിന്റെ വേല ചെയ്യുന്ന അഭിഷക്ത ദൈവദാസൻ. പാസ്റ്റർ സത്യദാസ്, ചർച്ച് ഓഫ് ഗോഡിന്റെ സീനിയർ പാസ്റ്റർ ഇപ്പോൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. പാസ്റ്റർ രാജു കെ ജോബ്, ആ ദൈവദാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സുവിശേഷത്തിന് വേണ്ടി വളരെയധികം മർദ്ദനമേറ്റിട്ടുള്ള ദൈവദാസൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. കരങ്ങളടിച്ച് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. പാസ്റ്റർ കമലൻ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ആദരണീയനായ ദൈവദാസൻ പാസ്റ്റർ കമലൻ. പാസ്റ്റർ എൽ രാജു, അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ ഇപ്പോൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. പാസ്റ്റർ വിജയരാജ്, JS ചർച്ചിന്റെ ആദരണീയനായ ദൈവദാസൻ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. പാസ്റ്റർ മാജിനി ഇപ്പോൾ ഈ വേദിയിലേക്ക് കരമടിച്ച് കർത്താവിന്റെ ദാസി മാജിനി, JS ചർച്ച്, ആമേൻ, ആ ദൈവദാസിയും വേദിയിലേക്ക്. ഈ ദൈവദാസന്മാരുടെ കരങ്ങളിലേക്ക് ഞാൻ ഈ ഉച്ചഭാഷണം ഇപ്പോൾ കൊടുത്താൽ ഇവർ കടന്നുപോയ പാതകൾ, ദൈവം അവരെ ഉപയോഗിച്ച പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ഒത്തിരി അനുഭവ സമ്പത്തുള്ള ദൈവദാസന്മാരാണ്. പക്ഷേ ഒരാൾക്ക് നമ്മൾ 2-3 മിനിറ്റ് വെച്ച് കൊടുത്താലും മണിക്കൂറുകൾ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ആ ദൈവദാസന്മാർക്ക് വേണ്ടി ഏറ്റവും എന്ന് പറഞ്ഞാൽ എനിക്ക്, ഞങ്ങളുടെ ടീമിന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആദരവ് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്നിട്ട് നിങ്ങൾ കരമടിച്ച് ആ ആദരവിനെ ഒന്ന് അംഗീകരിക്കണം. സുവിശേഷ പ്രഘോഷണത്തിൽ കർമ്മനിരതരായ അനുഭവ സമ്പത്തുള്ള ഒരു കൂട്ടം കർത്തൃഭൃത്യന്മാർ, കാലം കരുതി വച്ച ക്രൈസ്തവ സഭയുടെ നക്ഷത്രത്തിളക്കമുള്ളവർ, അതുല്യമായ പ്രേക്ഷിത പ്രവർത്തകർ, അനുഗ്രഹീതരായ പ്രഭാഷകർ, അനുപമായ വിശ്വാസവീരന്മാർ, പ്രസാദചിത്തരായ പ്രത്യാശാ സമ്പന്നർ, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആയുരാരോഗ്യ സുഖഭോഗ മാനാഭിമാന സർവവും പരിത്യജിച്ച കർത്തൃദാസന്മാർ, പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും കണ്ട് പതറിപ്പോകാതെ കർത്താവിന് വേണ്ടി സുധീരമായി പോരാടുന്ന യേശുവിൻ്റെ ധീരപടയാളികൾ, വിനീതരായ ക്രിസ്തു ശിഷ്യന്മാർ, ഇവരെ ആദരിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ച മഹാഭാഗ്യമായി കരുതുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആദരവുകൾ ഇവിടെ വെറും നിഴലായിട്ട് ഞങ്ങൾ ചെയ്യുന്നു. എന്നാൽ പാട്ടുകാരൻ പാടിയതുപോലെ താതൻ പേർക്കായി സേവ ചെയ്തതാം താതൻ എന്നെ മാനിച്ചിടുവാനായി തരുമോരോരോ കിരീടങ്ങൾ. ആമേൻ. അത് ഒരു ദിവസം വെളിപ്പെടും. ദൈവം മാനിക്കുമ്പോൾ നീതിയുടെ കിരീടം, വാടാത്ത കിരീടം, പ്രശംസാ കിരീടം, ജീവന്റെ കിരീടം, തേജസ്സിന്റെ കിരീടം കർത്താവിൽ നിന്ന് ഈ അഭിഷക്തന്മാർ പ്രാപിക്കട്ടെ. ദൈവം അവരെ അതിനായിട്ട് ഉപയോഗിക്കട്ടെ. ആ കരങ്ങൾ അടിച്ച് ഇപ്പോൾ ഈ ദൈവദാസന്മാരെ ആദരിക്കുവാൻ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ മുൻപോട്ട് വരികയും അവർക്ക് ഷോൾ അണിയിക്കുകയും അവർക്ക് മെമൻറ്റോ കൈമാറുകയും ചെയ്യും. അതിനായിട്ട് ഈ അവസരത്തിൽ ദൈവദാസന്മാരെ ക്ഷണിക്കുന്നു.
ഇവരെ ആദരിക്കുവാൻ ഇവിടെ കർത്താവിന്റെ ദാസന്മാർ ആഗതരായിട്ടുണ്ട്. കം ഫോർവേഡ്, അവർ മുമ്പിലേക്ക് വരാം. കരമടിച്ചാട്ട, എല്ലാവരും കരമടിച്ച്. ഈ കർത്താവിൻ്റെ ദാസന്മാരുടെ അധ്വാനമാണ് ഈ ദേശത്ത് സഭകൾ, ഈ ദേശത്തുള്ള സുവിശേഷ പ്രവർത്തനങ്ങൾ. ഇത്രയും ആത്മാക്കൾ ഈ ഓഡിറ്റോറിയത്തിൽ കടന്നു വന്നിരിക്കുന്നത് ഈ ദൈവദാസന്മാർ ഭവനങ്ങൾ കയറിയിറങ്ങി പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. അവരുപവസിച്ചു, അവർ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണച്ചു. അതുകൊണ്ട് ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട സഭകൾ, ഇത്രയും കുടുംബങ്ങൾ ഈ പ്രദേശങ്ങളിൽ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ അറിയാൻ ദൈവം അവസരങ്ങൾ നൽകി. ആ ദൈവദാസന്മാരുടെ പ്രവർത്തനങ്ങളിൽ ദൈവം അവരെ ആദരിക്കട്ടെ, കർത്താവ് അവരെ ഒത്തിരി ഉയർത്തട്ടെ. ഇനിയും അവരുടെ സഭകളിൽ ആത്മാക്കളെ ദൈവം നൽകട്ടെ. അനേകരെ കർത്താവിന് വേണ്ടി ഈ ദേശത്ത് നേടാൻ കർത്താവ് അവർക്ക് കൃപ നൽകട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ദൈവദാസന്മാർക്ക് ദൈവം ആയുസ്സ് കൊടുക്കട്ടെ. ആ ദൈവദാസന്മാർക്ക് ദൈവം ആരോഗ്യം കൊടുക്കട്ടെ. ആ ദൈവദാസന്മാർക്ക് അവരുടെ പ്രയത്നത്തിനനുസരിച്ച് ധാരാളം നന്മകൾ ദൈവം ഒരുക്കട്ടെ. നമുക്കതിനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ അവരെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ ആദരവ് ഏറ്റുവാങ്ങുവാൻ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ കടന്നു വന്ന എല്ലാ അഭിഷക്ത ദാസന്മാർക്കും ഹല്ലേലൂയ സീസൺ 2 ഈ ടീമിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഴമായ ഞങ്ങളുടെ സ്നേഹം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളുടെ നന്ദി ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ഏറ്റവും ഒടുവിലായി കർത്താവിൻ്റെ ദാസിയെ സിസ്റ്റർ ലിൻസി, കർത്താവിൻ്റെ ദാസൻ അനു ജേക്കബ് ബ്രദറിൻ്റെ സഹധർമ്മിണി ഇപ്പോൾ ആദരവ് നൽകുന്നതായിരിക്കും.
കരങ്ങളടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചോട്ടെ. ബോലോ യേശു മസീഹ് കി, ബോലോ യേശു മസീഹ് കി, आने वाला प्रभु यीशु मसीह की जय जय जय।